ഏട്ടാ, ഇതിപ്പോ ഒരു ദിവസം നെതന്യാഹു വധിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നു, പിറ്റേ ദിവസം ഇല്ലാന്ന് കേൾക്കുന്നു, ഇന്നലെ ഇപ്പൊ ആണെന്ന് അയാള് കേൾക്കുന്നു. ഏതോ ലൈവ് ഇതിൽ വന്നു എന്ന് കേട്ടു. ഡെയിലി മീഡിയാസിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ന്യൂസസാ വരുന്നത്. ഇതിപ്പോ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക ഇവരെയൊക്കെ? നമുക്ക് മീഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും വാർത്ത കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. പണ്ടൊക്കെ DD1 എന്ന് പറഞ്ഞാൽ അവർ വാർത്ത കൊടുക്കും. ഇപ്പൊ ലോകത്തിൽ വാർത്ത കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ റോയിട്ടേഴ്സ്, അവർ വാർത്ത ഉണ്ടാക്കും, എന്നിട്ട് ബാക്കി എല്ലാവരും അവിടുന്ന് വാങ്ങിക്കും. ഇന്ത്യക്ക് ANI ഉണ്ട്, അവിടുന്ന് വാർത്ത വാങ്ങിക്കും, ഇത് കൊടുക്കും. പക്ഷെ ഇപ്പം അതിന്റെ ബിസിനസ് മെട്രിക്സ് മാറി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മീഡിയകളുടെ വാർത്ത തീരുമാനിക്കുന്ന TRP ആണ്, TRP റേറ്റിംഗ് ആണ്. ഓക്കെ, TRP റേറ്റിംഗ് തീരുമാനിക്കുന്നത് വ്യൂവർഷിപ്പ് ആണ്. ഏത് വാർത്തക്കാണ് വ്യൂവർഷിപ്പ് കൂടുതലെന്ന് കൃത്യമായിട്ട് മീഡിയക്ക് അറിയാം. അതിപ്പോ റീൽസ് ആയാലും അങ്ങനെ തന്നെയല്ലേ, റീൽസ് ആയാലും യൂട്യൂബ് ചാനലായാലും മറ്റേതൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എവിടുന്നാണ് ഇവർക്ക് പൈസ കിട്ടുക? ജനങ്ങൾക്ക് എന്താണ് സത്യം എന്താണെന്നല്ല ഇവര് കാണിക്കുക. ജനങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവര് വാർത്തയായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ജനങ്ങള് നെതന്യാഹു മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവര് നെതന്യാഹു മരിച്ചു എന്നല്ല പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞു. വേറെ വിഭാഗം ജനങ്ങള് നെതന്യാഹു മരിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നത്, അപ്പം ആ വിഭാഗത്തിൽ കൊടുക്കും. അപ്പൊ നമ്മൾ എല്ലാ വാർത്തയും അങ്ങനെ, ഇപ്പൊ ഇറാന്റെ മുകളിൽ യുദ്ധമായാലും, പിന്നെ ഇറാനിൽ ഇത്ര ആള് മരിച്ചു എന്നായാലും, ഇസ്രായേലിന്റെ മുകളിൽ ബോംബ് വീണു എന്നായാലും, അതൊക്കെ പിന്നെ ഓരോ വ്യൂവർഷിപ്പിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് മീഡിയ കൊടുക്കുക. ഇതിലൊക്കെ അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടും, റേറ്റിംഗ് കിട്ടും, അതനുസരിച്ച് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ വരികൾക്കിടയിലൂടെ വായിക്കുക. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, നിങ്ങൾ സത്യം അറിയണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നോക്കിയാൽ മതി. കാരണം ആളുകൾ സ്വന്തം പൈസ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ലല്ലോ. മാർക്കറ്റ് നോക്കുക, US മാർക്കറ്റ് നോക്കുക, ഇന്ത്യൻ മാർക്കറ്റ് നോക്കുക. അവിടെ എങ്ങനെയാണ് ചലനങ്ങൾ? അവിടെ ചലനങ്ങൾ പ്രതികൂലമാണെങ്കിൽ എന്തോ പ്രതികൂലമായി സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രതികൂല ന്യൂസ് വന്നു, ഇവിടെ അനുകൂലമാണെങ്കിൽ ആ ന്യൂസ് ഫേക്ക് ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല മാർഗം. കാരണം സ്വന്തം പൈസ ആരും കോടികൾ വെറുതെ ഇടത്തില്ലല്ലോ, ഒരു ന്യൂസ് ബേസ് ആയിട്ടല്ലേ ഇടത്തുള്ളൂ. അതാണ് നമ്മൾ നോക്കുക, വരികൾക്കിടയിലൂടെ വായിക്കുക. അല്ലാണ്ട് ബാക്കിയെല്ലാം ജസ്റ്റ് ആൾക്കാരെ സന്തോഷിപ്പിക്കുക, കുറെ ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും, ഫോളോ കിട്ടും, സബ്സ്ക്രൈബ് കിട്ടും.